ഹലോ ഹായ് ഇറ്റ്സ് മീ ഒരു സിനിമ ചേട്ടൻ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തമിഴിൽ റിലീസ് ആയിട്ടുള്ള ഒരു 5 ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ സിനിമകളുടെ വിശേഷം ഞാൻ പറയാൻ പോകുന്നതിന് മുമ്പ് മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ പറയുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് സിനിമ ചേട്ടൻ എന്ന ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമാണ് കൃത്യമായിട്ടായിട്ടുള്ളത്. 1 മാസം കൊണ്ട് ഞാൻ ഏതാണ്ട് ഏറെക്കുറെ ഒരു 25ഓളം വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ കൃത്യമായി 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷം. ഐ എം സോ ഹാപ്പി. അതുകൊണ്ട് ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും എന്റെ ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 5 ത്രില്ലർ മൂവീസിന്റെ ഡൗൺലോഡ് ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഏതൊക്കെയാണ് ആ 5 ത്രില്ലർ മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. രണ്ടായിരത്തി തമിഴിൽ ഒരു മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് എനക്കെന്റെ കിടയാത് എന്ന ഈ ഒരു ചിത്രത്തിന്റെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിലെ നായകൻ ഒരു ക്യാബ് ഡ്രൈവറാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു ബാറിൽ നിന്ന് ഒരു ലേഡിയെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഒരു കോള് വരികയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഈ ഒരു ലേഡിയെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാറിൽ വെച്ച് അവർ ഒരുപാട് സംസാരിക്കുകയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വരികയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വീടിന് മുന്നിൽ ആ ലേഡിയെ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ആ ലേഡി ചോദിക്കുകയാണ്, എന്തായിരുന്നാലും നമ്മൾ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിച്ചില്ലേ, നമുക്ക് അകത്ത് പോയി 2 പെക്കടിച്ചിട്ട് പിരിയാം എന്നുള്ളൊരു ധാരണയിലേക്ക് അവരെത്തുകയാണ്. ശേഷം അവർ മദ്യപാനത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെ തുടരുന്നതിനിടയിൽ ഒരു പ്രത്യേക ഒരു സംഭവം നടക്കുകയാണ് ആ വീട്ടിനുള്ളിൽ. ആ സംഭവം എന്താണെന്ന് നിങ്ങൾ ഈ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. തുടർന്ന് നടക്കുന്ന ഗംഭീരമായ ഒരുപാട് ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥയുടെ ഒരു പ്ലോട്ട്. എനിക്ക് തോന്നുന്നു പുതിയ കുറെ നവാഗതരായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു സംരംഭമാണ് ഈ ഒരു സിനിമ. അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു നിലവാരക്കുറവൊക്കെ സിനിമയിൽ കാഴ്ചപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു 1 ടൈം വാച്ചബിൾ, ഒരു തവണയൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ കഴിയുന്ന, ത്രില്ലടിച്ച് തന്നെ കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു ഗംഭീരമായ ഒരു കഥയൊക്കെ തന്നെയാണ് സിനിമയുടേത്. സിനിമ മൊത്തത്തിൽ ആ വീടിനുള്ളിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വീടിനുള്ളിൽ നടക്കുന്ന കുറെ സംഭവങ്ങൾ, കുറെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമ പറയുന്നത്. 9.1 ഔട്ട് ഓഫ് 10 ആണ് IMDb റേറ്റിംഗ് ഈ സിനിമയുടെ. അപ്പൊ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ലിസ്റ്റിൽ 2ാമത്തെ ചിത്രം എന്ന് നോക്കാം. சொல்லுங்க சேகர் சார். ரம், ஜின், വൈൻ, വോഡ്ക. 2023 തെലുങ്കിൽ റിലീസായ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് അഥർവ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കാണാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അങ്ങനെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അഥർവ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിലെ ഹീറോയ്ക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാനായിട്ട് അതിയായ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ ഈ ആസ്മയുടെ പ്രോബ്ലം കാരണം ഒരുപാട് ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ അദ്ദേഹത്തിന് ഫെയിൽ ആവുകയാണ്. അങ്ങനെ ഒരുപാട് നിരാശയിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മുടെ ഹീറോ ഒരുപാട് കഷ്ടപ്പെട്ട ടെസ്റ്റുകളൊക്കെ എഴുതി പോലീസിന്റെ തന്നെ ക്ലൂസ് എന്ന് പറഞ്ഞ ഒരു ടീം, പോലീസിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ക്ലൂസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ ഹീറോ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു നാൾ നമ്മുടെ ഹീറോയുടെ ലവറിന്റെ ഫ്രണ്ടും ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടും കൊല്ലപ്പെടുകയാണ്. പോലീസ് ഇതൊരു സൂയിസൈഡ് ആയി ഈ കേസ് ക്ലോസ് ചെയ്യുകയാണ്. ശേഷം സംഭവത്തിലെ ദുരൂഹതകളൊക്കെ വെച്ച് നമ്മുടെ ഇതിലെ ഹീറോ അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുകയും ശേഷം തുടർന്ന് കുറ്റവാളി ആരാണെന്നൊക്കെ ഉള്ള ഒരു അന്വേഷണമാണ് അഥർവ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. തീർച്ചയായിട്ടും മനോഹരമായിട്ട് ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ് അഥർവ. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ടെലഗ്രാം ചാനൽ പോയി ഇപ്പൊ തന്നെ കാണാവുന്നതാണ്. 7.7 ഔട്ട് ഓഫ് 10 ആണ് IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 3ാമത്തെ ചിത്രം എന്ന് നോക്കാം. ஏண்டா பத்மா வியூகம்ல சிக்க வச்சு மேல அனுப்பலான்னு பாத்தீங்களா? 2023 തമിഴിൽ തന്നെ ഒരു ഡ്രാമ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് പാർക്കിംഗ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിലെ ഹീറോ ഒരു IT എംപ്ലോയി ആണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ആവശ്യമായി ചെന്നൈയിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഹീറോയും ഹീറോയുടെ വൈഫും വാടകയ്ക്ക് റെന്റിന് ഒരു വീട് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു വീട് കിട്ടുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ്. താഴെ മറ്റ് താമസക്കാരാണ് താമസിക്കുന്നത്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ പെട്ടെന്ന് നമ്മുടെ ഹീറോ ഒരു കാർ എടുക്കുകയാണ്. അത് നമ്മുടെ താഴെ താമസിക്കുന്ന വീട്ടുകാർക്ക് അതിനോട് ചെറിയൊരു നീരസം തോന്നി തുടങ്ങുന്നു. അങ്ങനെ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ഫാമിലിയും നമ്മുടെ ഹീറോയുടെ ഫാമിലിയും തമ്മിലുള്ള കുറെ ഈഗോ ക്ലാഷസ് ആണ് ഈ ഒരു സിനിമയുടെ ഒരു കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. അവർ തമ്മിലുള്ള ആ ഒരു ഈഗോ
അത് അവസാനം എവിടം വരെ കൊണ്ടെത്തിക്കുന്നു, അത് ഒരാളുടെ ഒരു ജീവന് തന്നെ ആപത്താവുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ അത് പോകുന്നതും വളരെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഗംഭീരമായ ഒരു ത്രില്ലർ മൂവിയാണ് ഈ ഒരു പാർക്കിംഗ് എന്ന് ഞാൻ പേഴ്സണലി തന്നെ ഞാൻ പറയാം. കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് പാർക്കിംഗ് എന്നുള്ള ഈ ഒരു മൂവി. അപ്പൊ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ പോയി ഈ ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.9 out of 10 ആണ് ഈ ഒരു ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 4ാമത്തെ ചിത്രമേന്ന് നോക്കാം. ഒന്ന് എന്റെ വീട്ടിലെ നീ ഇരിക്കണോ, ഞാൻ ഇരിക്കണം. 2023 തമിഴിൽ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് റോഡ്. തൃഷയാണ് ഇതിന്റെ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കഥയുടെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ തൃഷയുടെ മകനോട് തൃഷ ഒരു വാക്ക് പറയുകയാണ്. അതായത് ആ പയ്യന്റെ ബർത്ത്ഡേക്ക് നമുക്ക് ബൈ റോഡായി മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ പോയി തൊഴാമെന്നൊക്കെ ഒരു വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ബർത്ത്ഡേ വരുന്ന ആ ഒരു ടൈമിൽ ഒരു പ്രത്യേക സിറ്റുവേഷൻ കാരണം തൃഷയ്ക്ക് ട്രാവൽ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വരികയാണ്. എന്നിരുന്നാലും മകനോട് കൊടുത്ത ആ ഒരു വാക്ക് പാലിക്കാനായി തൃഷയുടെ ഹസ്ബൻഡും മകനുമായി ബൈ റോഡായി കാറിൽ മധുരയ്ക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യാത്ര തിരിച്ച് ഒരു പകുതിയൊക്കെ ആവുന്ന സമയത്ത് ഒരു ആക്സിഡന്റിൽ തൃഷയുടെ മകനും ഹസ്ബൻഡും കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന തൃഷയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു പോയിന്റിൽ ഇതാദ്യമായി അല്ല ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടക്കുന്നത്, ഇതൊരു തുടർ സംഭവമാണ് എന്നുള്ള ആ ഒരു ദുരൂഹമായ ഒരു സംഭവം തൃഷ മനസ്സിലാക്കുകയാണ്. തുടർന്ന് ആരാണ് ഈ സംഭവത്തിന്റെ പിന്നിൽ, എന്താണ് അവരുടെ മോട്ടീവ് എന്നൊക്കെ ഉള്ള ഒരു അന്വേഷണമാണ് റോഡ് എന്ന ഈ ഒരു മൂവി പറയുന്നത്. അതിഗംഭീരമായ ഒരു ത്രില്ലർ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നിരുന്നാൽ പോലും ഒരു ഒറ്റത്തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മികച്ച ഒരു ത്രില്ലർ മൂവി തന്നെയാണ് റോഡ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 5.3 out of 10 ആണ് ഈ ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രമെന്നു. നീ சொன்னது எல்லாமே உண்மை. 2023 തമിഴിലെ ഒരു ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ലാത്തി. ലാത്തി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഊര് മൊത്തവും, അതായത് ഒരു നാട് മുഴുവൻ കൺട്രോളിൽ വെച്ചിരിക്കുന്ന ഒരു വില്ലൻ. ആ വില്ലന്റെ മകൻ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ ഇതിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ പ്രഭുവിന്റെ മകളെ ആക്രമിക്കുകയാണ്. അങ്ങനെ ഇത്രയും ഉയർന്ന ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് പോലും തന്റെ മകൾക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ആ ഒരു സങ്കടമെല്ലാം നമ്മുടെ പ്രഭുവിനെ അലട്ടുകയാണ്. അങ്ങനെ തക്കം പാർത്തിരുന്ന പ്രഭു ഒരിടത്ത് നിന്നും ഈ പയ്യനെ, ഈ വില്ലന്റെ മകനെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. കിഡ്നാപ്പ് ചെയ്ത ഒരു ഗോഡൌണിൽ കൊണ്ടുവന്ന ശേഷം നമ്മുടെ ഇതിലെ മറ്റൊരു പോലീസ് ഓഫീസറായ വിശാലിനോട് ലാത്തി കൊണ്ട് ആ പയ്യനെ അടിക്കാൻ പറയുകയാണ്. ഇതിലെ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യന്റെ ഫേസ് മൊത്തം കവർ ചെയ്തുകൊണ്ടാണ് ഈ അടിയെല്ലാം അടിക്കുന്നത്. അപ്പൊ അവനെ അറിയാൻ കഴിയുന്നില്ല ഇത് ആരാണ് തന്നെ അടിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അടിക്കുന്നതെന്നൊന്നും ആ പയ്യന് മനസ്സിലാകുന്നില്ല. ശേഷം ഈ സംഭവം എല്ലാം കഴിഞ്ഞ് ആ വില്ലന്റെ അന്വേഷണമാണ്, തന്റെ മകനെ ആരാണ് ആക്രമിച്ചത് എന്നുള്ള ഒരു സംഭവമാണ്. ആ ഒരു അന്വേഷണം വിശാലിൽ എത്തിപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള, വളരെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് ലാത്തി എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.5 out of 10 ആണ് ഈ ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്തിയ തമിഴിലെ ആ 5 ത്രില്ലർ മൂവീസ്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഇനി കണ്ടവരാണെങ്കിൽ മൂവി എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കാനായിട്ട് മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.